കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ ഇന്നിപ്പോൾ വൈശാഖമൊക്കെ കഴിഞ്ഞു, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. എന്താ പറയുക, ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ദർശനം നടത്തി. ഇന്ന് വളരെ തിരക്ക് കുറഞ്ഞ, അതായത് നമ്മളങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ സമാധാനപരമായിട്ടുള്ള ദർശനം, അതായത് ശരിക്കും പറഞ്ഞാൽ സോപാനം വഴി വളരെ സന്തോഷകരമായ ആ ഒരു, കാരണം ഭക്തന്മാർക്ക് 2 തവണ ദർശനം കിട്ടുന്ന പോലെ, അതായത് ഏകാന്തമാവുമ്പോൾ ആ വഴി മണ്ഡപത്തിൻ്റെ ഫസ്റ്റ് വഴിയിൽ മാത്രമേ കിട്ടാറുള്ളൂ. ഇതവിടെയും അതേപോലെ സോപാനത്തിലും അങ്ങനെ 2 ഭാഗത്തും ദർശനം നടത്തുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ദർശനം ഒട്ടുമിക്ക സമയങ്ങളിലും ഉണ്ടായത്. അത് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക്, കാരണം എന്നാണ് ആ സോപാനപ്പടി കൂടെ ഒന്ന് പോകാൻ കഴിയുക എന്ന് ചോദിക്കുന്ന ധാരാളം ഭക്തരുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് ഏകദേശം അതേപോലെ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി ചിലപ്പോൾ തിരക്ക് പ്രതീക്ഷിക്കാം. ജൂൺ മുതൽ കുറച്ച് കുറയും, കാരണം വെക്കേഷൻ കഴിഞ്ഞു, വിദ്യാലയങ്ങളൊക്കെ തുറന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഭക്തജനങ്ങൾ കുറേ കമ്മിയാവും. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ സുഖകരമായ ദർശനം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും വാതിലൊക്കെ മാറ്റി വയ്ക്കും എന്ന് പറയുന്നു. ഇതുവരെ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, പണ്ഡിതനായാലും പാമരനായാലും ധനികനായാലും കുബേരനായാലും അതേപോലെ ഒന്നുമില്ലാത്ത ആളായാലും ഒക്കെ ആ ഭഗവാന്റെ തിരുമുമ്പിൽ വരുമ്പോൾ ആ വാതിലിലൂടെ കടന്നു പോകണമെങ്കിൽ തിങ്ങി ഞെരുങ്ങി തന്നെ പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി എല്ലാവർക്കും തുല്യനീതി ആ ഒരു സ്ഥലത്ത് കിട്ടുമായിരുന്നു. ഇനി എന്തായാലും ഇത് വരുമ്പോൾ കുറച്ചുകൂടി സുരക്ഷിതത്വം കൂടും, അപകട സാധ്യത കുറയും എന്നൊക്കെ വിചാരിക്കാം. എങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ, അതുപോലെ സംഭവിക്കും. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ വെങ്കലത്തിലുള്ള ഗരുഡ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ആലിനെ ഒന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് നേരെ നമുക്കിങ്ങനെ വരാം. അങ്ങനെ ആ തീയരമ്പലമൊക്കെ കണ്ട് അതേപോലെ ഇങ്ങനെ വന്ന് ആദ്യത്തെ ഗോപുരമൊക്കെ കാണാം. പുതിയ ഗോപുരമൊക്കെ ഉണ്ടാക്കിയതൊക്കെ കാണാമല്ലോ. അതൊക്കെ കണ്ട് ആ ശില്പങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ആ ഗണേശനെ കണ്ട് തൊഴാൻ വളരെ സുഖമാണ്. കാരണം അവിടെ യാതൊരുവിധ തിരക്കും ബാധിക്കാത്ത സ്ഥലമാണ്. 4 ദിശയിലും എന്താ പറയുക, മേൽക്കൂരയില്ലാത്ത ആ അമ്പലത്തിൽ ഗണേശനെ കാണാൻ വളരെ സുഖമാണ്. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ട് അനുവാദമൊക്കെ വാങ്ങിയിട്ട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക, ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോട്ടം നമ്മളെത്തും. അങ്ങനെ എത്തി നോക്കുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തെ ആ പ്രകാശധാര നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ പൊന്നിൻ്റെ ആ ഒടക്കുഴലും പൊന്നും ഒക്കെ പാടങ്ങനെ ഉള്ള ആ ഒരു പൊൻവിളക്കിൽ നെയ്യിട്ട് ഉള്ള കത്തിക്കുന്ന അതിൻ്റെ ആ ഒരു കാഴ്ചയും എല്ലാം കൂടിയും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ അപ്പോൾ ഇടത് വശത്തേക്ക് നമ്മളൊന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ ഒന്ന് സ്മരിക്കുക. വലതുവശത്തെ തൂണും നോക്കിയിട്ടൊന്ന് സ്മരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ
കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് കാൽപാദങ്ങൾ കാണുന്നു ആദ്യം. ആ കാൽപാദങ്ങൾ കാണുമ്പോൾ കാൽവളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ഉണ്ട്. ഒരു പട്ടുകോണകം ഉടുത്തിട്ട് ഇങ്ങനെ ഉണ്ട്. അരമണിയൊക്കെ നന്നായിട്ട് വലുതായിട്ട് വീതിപ്പാടിലുള്ളതാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട് കഴുത്തിൽ. അതുകൊണ്ടൊരു മാല ഉണ്ടാക്കിയ പോലെ. പിന്നെ ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാല, അങ്ങനത്തെ മാലകൾ കാണാണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്. 2 കൈയിലും കൈവളകൾ കാണുന്നു. ഒരു കയ്യിൽ വലത്തെ കയ്യിൽ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, പൊന്നോടക്കുഴൽ. പിന്നെ ഇടത്തെ കയ്യിൽ നോക്കുമ്പോഴോ ചൂണ്ടുവിരലിങ്ങനെ ആയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പർവ്വതം കാണുന്നു. ഗോവർദ്ധന ഗിരിധാരിയാണ്. ആ ഗോവർദ്ധനത്തെ അങ്ങനെ ചൂണ്ടുവിരലിങ്ങനെ പിടിച്ച് തനിക്കിതെല്ലാം നിഷ്പ്രയാസം എല്ലാവരെയും രക്ഷിക്കാൻ എനിക്ക് കഴിയും, എല്ലാവരും എൻ്റെ ഈ കുടക്കീഴിൽ വന്ന് നിന്നോളൂ, അഭയം പ്രാപിച്ചോളൂ, ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു കാഴ്ച, അതാണ് ആ മുഖത്തും പ്രതിഫലിക്കുന്നതേ. ഭഗവാന്റെ ഏകദേശം 3-4-5 വയസ്സിൻ്റെ ഉള്ളിൽ, 3-4 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. അത്രയ്ക്കും നിഷ്കളങ്കമായ ഭാവത്തിലുള്ള ആ ഒരു ചിരി, പുഞ്ചിരി, മന്ദഹാസം, അതിങ്ങനെ കണ്ട് നമ്മളെയൊക്കെ ചിരിച്ച്. അതായത് ഇതൊന്നും അത്ര വലിയതല്ല. ഇത്ര വലിയ പർവ്വതത്തെ ഞാൻ വളരെ സിമ്പിളായിട്ട് എടുത്ത് അതിനൊക്കെ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ എനിക്ക് കഴിയും എന്നാണ് പറയുന്നത്. ആ പർവ്വതത്തിൻ്റെ ആകാരവടിവ് അത് വേറെ രസം. എന്താ വെച്ചാൽ കളഭം കൊണ്ടാണ് ആ പർവ്വതം ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിലിങ്ങനെ തുളസി ഇലകൾ ഇങ്ങനെ വെച്ചിട്ട്, ഇങ്ങനെ തുളസിപ്പൂവൊക്കെ വെച്ചിട്ട് മരങ്ങളും വൃക്ഷലതാദികളൊക്കെ ഇങ്ങനെ പിടിച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ പർവ്വത ശിഖരം എന്ന് തന്നെ പറയാം. ഗോവർദ്ധനഗിരി തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ കാണുന്നു. അതേപോലെ അങ്ങനെ നോക്കി വരുമ്പോൾ തോൾവളകളൊക്കെ കാണുന്നു. നെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പീലിത്തിരൂടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കളവും കൊണ്ടുള്ള പീലി കാണാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നല്ല ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണ് അത്രയ്ക്കും സന്തോഷത്താൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരിയാണ് ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണുമ്പോൾ. എന്താ ഒരു രസം! അത്രയും സംരക്ഷണം ഒരുക്കുന്ന അദ്ദേഹത്തെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമ്മളെ മനസ്സ്, ആ കണ്ണുകൾ എന്താ പറയുക, ഇങ്ങോട്ട് വരാൻ പണ്ട് യേശുദാസ് പാടിയ പോലെ ഇരുപാദങ്ങൾ ഉണ്ടായോ ഇങ്ങോട്ട് വരും, 2 കണ്ണുകളുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ആ ഒരു കാഴ്ചയാണ്. വളരെ നയനങ്ങളെനിക്ക് നൽകി കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതില്ലേ, അതേമാതിരിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനുള്ളത്. അതേപോലെ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവിനാണ് കൂടുതൽ. പിന്നെ തെച്ചിയുണ്ട്, അതേപോലെ തുളസിയും, അതേപോലെ ഉണ്ടമാലകൾ 2 ഉണ്ടമാലകളുണ്ട്. നല്ല വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, പിന്നെ വെളുത്ത പൂവും താമരയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ ഒറിജിനാലിറ്റി ഇപ്പോൾ ഇന്ന് അനുഭവിക്കുന്നതും അതുതന്നെ. ഇന്ന് സോപാനം വഴി തന്നെയാണ്. അപ്പോൾ സോപാനപ്പടിയിൽ നിന്നിട്ട് തൊഴുകയാണ്. ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോവർദ്ധന ഗിരിധാരിയെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതേപോലെ ഇന്നത്തെ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം ചെയ്തിരിക്കുന്നത് കക്കാട് സുനിലോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഗോവർദ്ധന ഗിരിധാരിയുടെ രൂപം കളഭം കൊണ്ട് ചെയ്തിരിക്കുന്നത് കക്കാട് സുനിലോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അതേപോലെ തെടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് തിരിഞ്ഞൊന്ന് നിന്ന് ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴുതു. പിന്നീട് നമ്മൾ സപ്തമാതാക്കളെ കണ്ടു, തൊഴുതു. വീണ്ടും ഗണേശൻ്റെ അടുത്തേക്ക് വന്നു. ഗണേശൻ്റെ അടുത്ത് വന്നിട്ട് അധികം ഒരു ഇതൊന്നും ആയിട്ടില്ല. ഗോളക അങ്ങോട്ട് ഇറക്കിയിട്ട് നന്നായിട്ടുള്ള അലങ്കാരമാണ്.
പിന്നെ നിറയെ പൂക്കൾ ദിവസവും ഉണ്ട് കേട്ടോ. അർച്ചന ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് തിരക്കില്ലെങ്കിൽ കൂടി അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ്. തിരക്ക് കുറച്ച് കുറവുള്ള കാരണം വലിയ കുഴപ്പമില്ലാതെ സുഖമായിട്ട് ദർശനം കിട്ടുന്ന അവസ്ഥയാണ് എല്ലാവർക്കും. അങ്ങനെ ആ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. ആ സരസ്വതിയുടെ ഫോട്ടോ കാണാം. അപ്പോൾ സരസ്വതി ദേവീനെ നോക്കി പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും വിഘ്നേശ്വരനെയൊക്കെ കണ്ട് തൊഴുത് ഏത്തൊക്കെ ഇട്ട് അങ്ങനെ ആ സൈഡിലെത്തിയാൽ, ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്നുകൂടി തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ ആ മേൽശാന്തിയിൽ അവിടെ ഇരിക്കുന്ന ആ സുനിലോദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞ് വാമൻ രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു രൂപം കാണാം. അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ അനന്ത പത്മനാഭസ്വാമീനെ കാണാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പോകുമ്പോൾ അവിടെയും ധാരാളം പൂക്കളെന്ന് അലങ്കരിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ വിധാനമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. തുളസിയൊക്കെയാണ് കൂടുതൽ, താമരമാലയുണ്ട്. അങ്ങനെയുള്ള ആ കാഴ്ച കാണാം. അപ്പോൾ അവിടെയും പ്രാർത്ഥിക്കുക. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനെയൊക്കെ കാണാം വീണ്ടും. അങ്ങനെ മുരുകൻ്റെ അടുത്ത് വന്ന് കണ്ട് തൊഴാം. അതേമാതിരി ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് മാലകളും കുറച്ച് കുങ്കുമം മാത്രമേ കാണാനുള്ളൂ. ഒരു വെറ്റിലമാലയാണ് ചെറുതാ, പിന്നെ കുറച്ച് കൂടുതൽ കുങ്കുമമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. പിന്നീട് അവിടുന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് ആ ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ കിഴക്ക് വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഗ്രില്ലിനെ കാണാം. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോന്നാൽ ആ മണിക്കിണർ കണ്ട് തൊഴാം. അതേപോലെ നൃത്താറയിൽ നല്ല ധാരാളം നെയ്യൊഴിച്ചിട്ട് അങ്ങനെ കത്തുണ്ട് ആ വിളക്ക്. അത് ചെറിയൊരു കാറ്റിങ്ങനെ വരുന്ന പോലെ തോന്നും. ആ കാറ്റിനനുസരിച്ച് ആ ദീപങ്ങളിങ്ങനെ ആടിക്കളിക്കുക. അതിങ്ങനെ നല്ല രസം. അപ്പോൾ നമ്മളെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ആ ദീപത്തിൻ്റെ മുകളിലും നമുക്ക് കണ്ണനെ കാണാം. എവിടെയും തൂണിലും തുരുമ്പിനും കണ്ണനുണ്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ദൈവം ഏത് തൂണിലും തുരുമ്പിലും ഉണ്ടാവും എന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ആ നരസിംഹാവതാരമായിട്ട് തൂണിന്ന് ചാടിയ പോലെ നമുക്കും ആ വിളക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട്. അതേപോലെയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയും ആനന്ദൻ കൊടയായിട്ട് പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പുറത്ത് വന്നതിന് ശേഷം നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ കണ്ട് കുടിച്ച് അതിനുശേഷം എടത്തരികത്ത് കാവിലെ ഭഗവതീനെ തൊഴാനായിട്ട് പോവാം. അവിടേക്ക് ഒന്ന് സുഖമാണ്, വലിയ തിരക്കില്ല. അപ്പോൾ അവിടെ മനസ്സമാധാനത്തോടെ മനസ്സിരുത്തി തൊഴാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്. എല്ലാവരും അവിടെ ഇതേപോലെ ആ ഗോളക ഇങ്ങനെ ഇറക്കിയിട്ട് പട്ടിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ചുവന്ന പട്ടാണ് ചുറ്റിയിട്ടുള്ളത്. പിന്നെ ഒരു വെളുത്ത അതുകൊണ്ട് ഇങ്ങനെ വേറെയുണ്ട്. പിന്നെ പുറത്തിങ്ങനെ മേലെ ഒക്കെ വിധാനമായിട്ട് മാലകൾ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട് തൊഴുക.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയിട്ട് മമ്മിയൂർ അമ്പലത്തിലേക്ക് നോക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ ധ്യാനിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പം മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ച ആ ഒരു പ്രതീതി, ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആ കൊടിമരം നോക്കിയിട്ട് വരാം. അങ്ങനെ ആ ആൾ രൂപത്തിൻ്റെ അവിടെയൊക്കെ തിരക്ക് കുറവാണ്. അങ്ങനെ ആ മഞ്ചാടിയൊക്കെ അവിടെ കുറച്ച് കുട്ടികൾ മഞ്ചാടി അങ്ങനെ കളിക്കണു. ആ കുസൃതി കണ്ടാൽ തന്നെ അതിൽ നമ്മളെ കണ്ണുണ്ട് എന്ന് തോന്നും. അത്രയും മാതിരി ഉണ്ടാവാനും സാധ്യത ഉണ്ടേനി. കാരണം കണ്ണനുണ്ണി ഏതൊക്കെ വേഷത്തിലാണ് എവിടെയൊക്കെ വന്നിരിക്കുക എന്നൊന്നൊരു പിടിയില്ല. എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക, എത്ര വട്ടം നമ്മൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും നമുക്ക് അറിയില്ല. എത്ര കുട്ടികളായിട്ടോ അല്ലെങ്കിൽ എത്ര വലിയവരായിട്ടോ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാവാം. അതൊക്കെ സത്യമാണ്. അതൊന്നും നമുക്കറിയില്ല. ചിലവർ ആ ഒരു കാഴ്ച മനസ്സിൽ അനുഭവപ്പെടും, ഇത് കണ്ണനാണ് എന്ന്. അപ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോവർദ്ധന ഗിരിധാരിയെ ഒരിക്കൽ കൂടി കണ്ട് തൊഴാം. നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ അത് ആ കിടാവിളക്ക് വീണ്ടും കത്തി നിൽക്കുന്നു. അവിടെയും നിറയെ നെയ്യൊക്കെ ഒഴിച്ചിങ്ങനെ കാണാം. നല്ല പ്രഭയുണ്ട്, നന്നായിട്ടുള്ള അങ്ങനെ ജ്വലിച്ച് നിൽക്കുക കൂത്തമ്പലത്തിലും. അപ്പോൾ അവിടെയും പറഞ്ഞമാതിരി കണ്ണൻ്റെ സാന്നിധ്യമുണ്ട്. എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല, അത്രയും സ്ഥലത്തൊക്കെ ഉണ്ട്. സർവ്വവ്യാപിയായിട്ട് കണ്ണൻ എല്ലാ ആളുകളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് കണ്ടോടത്തൊക്കെ ഉണ്ട് എന്ന് തന്നെ നമുക്കും വിചാരിക്കുക. അങ്ങനെ അവിടെയും പ്രാർത്ഥിക്കുക. അതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കുക. ആ വേണുഗോപാല സ്വരൂപം കാണാം, അതൊന്ന് കണ്ട് തൊഴാം. അതുപോലെ കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജം കാണാം. ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരുന്നു. അതുപോലെ ഇന്നത്തെ ഒരു കുറച്ച് മെച്ചം എന്താ വെച്ചാൽ മഴ ഒന്ന് ശമനമുണ്ട്, മഴയ്ക്ക് ശമനമുണ്ട്. ഇടയ്ക്കേ ഉള്ളൂ, വലിയ മഴകളില്ല. രാവിലെ തൊട്ട് ആ നിർമ്മാല്യം തൊട്ടിട്ട് തന്നെ വലിയ മഴകളുണ്ടായില്ല. അതിൻ്റെ മുൻപ് ഒരു 2 മണിക്കൊക്കെ മഴ പെയ്തു. അതിന് ശേഷം ഇടയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഭക്തർക്ക് എല്ലാം കൊണ്ടൊന്ന് നല്ല കാലാവസ്ഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്കും സുഖദർശനം കൂടിയാണ്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് പടിഞ്ഞാറേ നടയിൽ കൂടെ രുദ്രതീർത്ഥത്തിൻ്റെ ആ കരയിലൂടെ നമ്മളിങ്ങനെ യാത്രയാവുകയാണ്. അങ്ങനെ അന്നലക്ഷ്മി ഹാളിന് ഇടയ്ക്ക് കൂടെ വന്ന് രുദ്രതീർത്ഥത്തെ കണ്ട് തൊഴുത് നാരായണാലയത്തിൽ വന്ന് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് ആഞ്ഞ നമ്പൂതിരിയുടെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുന്നു. അങ്ങനെ വന്ന് രുദ്രതീർത്ഥത്തെ അങ്ങനെ പ്രദക്ഷിണമായിട്ട് ഭഗവതി നടയിലെത്തി. അവിടുന്നും പ്രദക്ഷിണമായിട്ട് വന്ന് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തെ ആ പ്രകാശധാര നമുക്ക് കാണാം. അത് കണ്ട് തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തിനെ കണ്ട് തൊഴാനായിട്ട് അവിടെ പോയി. കൂവളത്തെ കണ്ട് മഹാദേവൻ്റെ ആ ഒരു ചൈതന്യം, പാർവതീദേവിയുടെ ഒരു ചൈതന്യം അവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് ഒന്ന് ആ കൂവളമരത്തെ ഒന്ന് നമുക്ക് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.